ഒരു ടേബിൾ ഉണ്ടാക്കുക. ആ ടേബിളിൽ 3 കോളംസ് തിരിക്കുക. ഒന്നാമത്തെ കോളത്തിൽ പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ സബ്ജക്റ്റീവ് കേസസ് ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ കോളത്തിൽ പ്രൊനൗൺസിൻ്റെ പൊസസീവ് കേസസ് ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ കോളത്തിൽ പ്രൊനൗൺസിൻ്റെ ഒബ്ജക്റ്റീവ് കേസസ് ഉൾപ്പെടുത്തുക. ഓരോ കേസിൻ്റെയും ബ്രാക്കറ്റിൽ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ തന്നെ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാകും. ഈ ക്രമത്തിൽ വേണം ടേബിൾ ഒരുക്കേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് പ്രോ ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ചിലവർ കഴിഞ്ഞ വീഡിയോ കാണാതെയാണ് ഈ വീഡിയോ കാണാൻ തോന്നുന്നല്ലോ. ഉണ്ടോ അങ്ങനെ ആരെങ്കിലും? ഉണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടിട്ട് അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ഈ ക്ലാസ് കാണുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടൂർ ട്രാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് പേഴ്സണൽ പ്രൊനൗൺസ്, ഇംഗ്ലീഷ് ബേസിക്സ് ആദ്യ ഭാഗമായ പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ. ഒന്ന് പ്ലൂറൽ പേഴ്സണൽ പ്രൊനൗൺസ്, ഐ, വി, യു, ദേ. മറ്റൊന്ന് സിംഗുലർ പേഴ്സണൽ പ്രൊനൗൺസ്, ഹി, ഷീ ആൻഡ് ഇറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 പേഴ്സണൽ പ്രൊനൗൺസും കമ്പൈൻ ചെയ്തുകൊണ്ട് അവയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും രൂപങ്ങൾ പരിചയപ്പെടാൻ പോവുകയാണ്. അതായത് ഇംഗ്ലീഷ് ഭാഷയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പുതിയൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നർത്ഥം. ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്ത് പ്രകടമാണല്ലോ. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് നിങ്ങളോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. യെസ്, വ്യക്തി സർവനാമങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. പല ക്ലാസ്സുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് പേഴ്സണൽ പ്രൊനൗൺസ് വ്യാകരണ ഭാഗത്ത് ഫില്ല് ചെയ്യാനും റൈറ്റിംഗ് സെക്ഷനിൽ ഷോർട്ട് കോമ്പോസിഷനിലും ലോങ് കോമ്പോസിഷനിലും വാചകങ്ങൾ എഴുതുവാനും സഹായിക്കാറുണ്ട്. എന്തിനേറെ പറയുന്നു, റീഡിംഗ് കോംപ്രഹെൻഷനിൽ പോലും തന്നിരിക്കുന്ന 5 ചോദ്യങ്ങളിൽ ഉത്തരങ്ങൾ കൃത്യമായും പാസേജിൽ നിന്ന് കണ്ടെത്തി അവയെ ആൻസർ ഫോമിലേക്ക് മാറ്റി എഴുതുമ്പോൾ പോലും ഈ പ്രൊനൗൺസ് അതിൻ്റെതായ കറക്റ്റ് പൊസിഷനിൽ വന്ന് സെൻറ്റൻസുകളെ മീനിങ് ഫുള്ളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യാകരണ പ്രാധാന്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതായത് പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും തരാൻ വേണ്ടി പോകുന്നത്. പേഴ്സണൽ പ്രൊനൗൺസ് ഐ, വി, യു, ദേ, ഹി, ഷീ ആൻഡ് ഇറ്റ് ഇവയാണ്. ഇവയെല്ലാം സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതുകൊണ്ട് അവയെ സബ്ജക്റ്റീവ് കേസസ് അഥവാ സബ്ജക്റ്റീവ് ഫോംസ് എന്നാണ് വിളിക്കാറുള്ളത്. എന്നാൽ ഇവയ്ക്ക് ഇൻ്റെ, ഉടേ എന്നർത്ഥം കിട്ടുന്ന രണ്ടാമത്തെ രൂപങ്ങളുണ്ട്. ഐ ഞാനാണെങ്കിൽ എൻ്റെ ആ അർത്ഥം കിട്ടുന്ന വാക്കാണ് മൈ, ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ. അവർ ഓർ അവേഴ്സ് നിൻ്റെ അഥവാ നിങ്ങളുടെ. യുവർ ഓർ യുവേഴ്സ് അവരുടെ. ദെയർ ദെയേഴ്സ് അവൻ്റെ. ഹിസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ. ഹിസ് അവളുടെ പേര്. ഹെർ ഹെർ നെയിം അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ. ഇറ്റ്സ്. അങ്ങനെ എൻ്റെ, ഉടേ എന്നീ അർത്ഥങ്ങൾ ലഭിക്കുന്ന പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ രണ്ടാമത്തെ രൂപങ്ങളെയാണ് ഇംഗ്ലീഷ് വ്യാകരണത്തിൽ പൊസസീവ് കേസസ് ഓഫ് ദ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊസസീവ് ഫോംസും വാക്യങ്ങളിൽ കടന്നു വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ മൂന്നാമത്തെ രൂപങ്ങളായ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന രൂപങ്ങൾ, ഒബ്ജക്റ്റീവ് കേസസ്, അതും പഠിച്ചെടുക്കേണ്ടതുണ്ട്. എന്താണ് ഐ എന്ന പേഴ്സണൽ പ്രൊനൗണിൻ്റെ ഒബ്ജക്റ്റീവ് കേസ്? മീ, എം, ഇ. 3 അർത്ഥങ്ങൾ പൊതുവെ
ലഭിക്കാറുണ്ട്. ഒന്ന്, ഇന്ന ആൾക്ക്, മീ. ഗിവ് മീ യുവർ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക്. ഇന്ന ആളോട്, ടെൽ മീ എന്നോട് പറയൂ. ഇന്ന ആളെ, ഹെൽപ്പ് മീ എന്നെ സഹായിക്കൂ. ഇപ്പോൾ 3 അർത്ഥങ്ങളുണ്ട് ഒബ്ജക്റ്റീവ് കേസുകൾക്ക്. ഐ എന്നതിൻ്റെ ഒബ്ജക്റ്റീവ് കേസാണ് മീ. ഇനി മറ്റ് പ്രോനൗൺസിൻ്റെ ഒബ്ജക്റ്റീവ് കേസസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. വി എന്ന പേഴ്സണൽ പ്രോനൗണിൻ്റെ ഒബ്ജക്റ്റീവ് കേസാണ് അസ്, US, അസ്. ഞങ്ങളെ, ഞങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങൾക്ക്. യു എന്നതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് യു തന്നെയാണ്, പക്ഷെ അർത്ഥം മാറും. നിങ്ങളെ, നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക്. ദേ, അവർ. ദം, അവരെ, അവരോട്, അവർക്ക്. ഹി എന്നതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ഹിം, അവനെ, അവനോട് അല്ലെങ്കിൽ അവന്. ഷീ എന്നതിൻ്റെ ഒബ്ജക്റ്റീവ് കേസാണ് ഹർ, അവളെ, അവളോട്, അവൾക്ക്. അവസാനമായി വരുന്ന പ്രോനൗൺ ഇറ്റ് എന്നതിൻ്റെ ഒബ്ജക്റ്റീവ് കേസാണ് ഇറ്റ്. രണ്ടും ഐഡൻറ്റിക്കലാണ്, പക്ഷെ നമുക്ക് പൊസിഷൻ നോക്കിയും അർത്ഥം നോക്കിയും തിരിച്ചറിയാം. സബ്ജക്റ്റീവ് കേസായ ഇറ്റ് സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഒബ്ജക്റ്റീവ് കേസായ ഇറ്റ് സെൻറ്റൻസിൻ്റെ എൻഡിങ്ങിൽ വരുന്നു. അതിനെ, അതിനോട്, അതിന് എന്നീ അർത്ഥങ്ങൾ വരും. ഇനി ഇത് കൂടുതൽ നിങ്ങളുടെ മെമ്മറി യൂണിറ്റിൽ ഉറച്ചു നിൽക്കുന്നത് ഈ 3 രൂപങ്ങളും ഒരേ സമയത്ത് കേൾക്കുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഐ, മൈ, മേ. വി, അവർ, അസ്. യു, യുവർ, യു. ദേ, their, them. He, his, him. She, her, her. It, its and it. അപ്പോൾ പേഴ്സണൽ പ്രോനൗൺസ് ഒരു ടേബിളിൽ ക്രമീകരിക്കാൻ മാത്രം കൃത്യമായി നിങ്ങൾക്ക് ലഭിച്ചു. ഒരു ടേബിൾ ഉണ്ടാക്കുക, ആ ടേബിളിൽ 3 കോളംസ് തിരിക്കുക. ഒന്നാമത്തെ കോളത്തിൽ പേഴ്സണൽ പ്രോനൗൺസിൻ്റെ സബ്ജക്റ്റീവ് കേസസ് ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ കോളത്തിൽ പ്രോനൗൺസിൻ്റെ പൊസസീവ് കേസസ് ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ കോളത്തിൽ പ്രോനൗൺസിൻ്റെ ഒബ്ജക്റ്റീവ് കേസസ് ഉൾപ്പെടുത്തുക. ഓരോ കേസിൻ്റെയും ബ്രാക്കറ്റിൽ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ തന്നെ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാകും. ഫോർ എക്സാമ്പിൾ, ഐ, ഞാൻ, മൈ, എൻ്റെ, മീ, എന്നെ, എന്നോട്, എനിക്ക്. വി, ഞങ്ങൾ, അവർ, ഞങ്ങളുടെ, അസ്, ഞങ്ങളെ, ഞങ്ങളോട്, ഞങ്ങൾക്ക്. യു, നീ അഥവാ നിങ്ങൾ. യുവർ, നിൻ്റെ അഥവാ നിങ്ങളുടെ. യു, നിന്നെ, നിന്നോട്, നിങ്ങൾക്ക്. ദേ, അവർ, ദേർ, അവരുടെ. ദം, അവരെ, അവരോട്, അവർക്ക്. ഹി, അവൻ. ഹിസ്, അവൻ്റെ. ഹിം, അവനെ, അവനോട്, അവന്. ഷീ, അവൾ. ഹെർ, അവളുടെ. ഹെർ, അവളെ, അവളോട്, അവൾക്ക്. ഇറ്റ്, അത് അല്ലെങ്കിൽ ഇത്. ഇറ്റ്സ്, അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ. ഇറ്റ്, അതിനെ, അതിനോട്, അതിന്. ഈ ക്രമത്തിൽ വേണം ടേബിൾ ഒരുക്കട്ടെ. ഓർക്കുക, ഒരു മെയിൻ ടേബിൾ, അതിൽ 3 പ്രധാനപ്പെട്ട കോളംസ്. ഓരോ കോളത്തിലും സബ്ജക്റ്റീവ് കേസ്, പൊസസീവ് കേസ് ആൻഡ് ഒബ്ജക്റ്റീവ് കേസ്. ഇങ്ങനെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് മാപ്പിൽ കൃത്യമായും മെമ്മറി യൂണിറ്റിൽ എല്ലാ പ്രോനൗൺസും വ്യക്തമായിട്ടുണ്ടാവും. എപ്പോഴൊക്കെ പ്രോനൗൺസ് ആവശ്യമായി വരുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളുടെ മെമ്മറി യൂണിറ്റിൽ നിന്നും അത് മൈൻഡ് സ്ക്രീനിൽ കാണാൻ കഴിയും. ഒരു സംശയവുമില്ല. ഒരു സെൻറ്റൻസിലും അവ തെറ്റായി പ്രയോഗിക്കപ്പെടുകയുമില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത്, പ്രോനൗൺസിൻ്റെ 3 രൂപങ്ങളും ലഭിച്ച നിങ്ങൾ അവ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ചിന്തിക്കണം. പ്രയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി
മാഷ് ക്രമീകരിച്ച് തരുന്നുണ്ട് 3 സെൻറ്റൻസ്. എല്ലാ പ്രോനൗൺസും അവയുടെ കേസസും ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള 3 സെൻറ്റൻസുകൾ. ഒരു കൺഫ്യൂഷനുമില്ല. ആർക്കും എളുപ്പം പുസ്തകം നോക്കിയിട്ടും പുസ്തകം നോക്കാതെയും ഓർമ്മിച്ചുകൊണ്ടും ഒക്കെ പരിശീലിക്കാവുന്ന 3 സെൻറ്റൻസുകൾ പരിചയപ്പെടുത്തട്ടെ. എല്ലാം റെഡിയാവും. 3 സെൻറ്റൻസുകൾ. എന്തുകൊണ്ടാണ് 3 സെൻറ്റൻസുകൾ തരുന്നത്? നിങ്ങൾക്ക് യുക്തിപരമായി ചിന്തിക്കാം. 3 കേസസാണുള്ളത്. പ്രോനൗൺസിന് 3 കേസസാണുള്ളത്. അത് 3 സെൻറ്റൻസുകൾ തരികയാണ്. 3 സെൻറ്റൻസുകളിൽ ഓരോ സെൻറ്റൻസിലും ഓരോ ഫിൽ ഇൻ ദ ബ്ലാങ്ക് തരുന്നു, ഒരു ഡാഷ് തരുന്നു. അവിടെ നിങ്ങൾ ഫിൽ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് വൺ, ഡാഷ് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. എന്താ ആൻസർ? ഫസ്റ്റ് pronoun is I. So sentence, I speak English well. Second sentence, dash English is good. The answer, my English is good. Because my is the second case of I. What is the third practice sentence? Teachers help dash. എങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റും? Teachers help me. Me is the third objective case of the personal pronoun I. ഇപ്പോൾ ഇതേ സെൻറ്റൻസുകൾ തന്നെ നിങ്ങൾക്ക് വി, അവർ, അസ് അതിലുപയോഗിക്കാം. എങ്ങനെയാണ് വരുന്നത്? വി സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. അവർ ഇംഗ്ലീഷ് ഈസ് ഗുഡ്. ടീച്ചേഴ്സ് ഹെൽപ്പ് അസ്. സെയിം സെൻറ്റൻസ്. നെക്സ്റ്റ് വൺ, പ്രോനൗൺസ് മാത്രം മാറ്റും. എങ്ങനെയാണ്? യു. You speak English well. Your English is good. Teachers help you. They speak English well. Their English is good. Teachers help them. ഹി മുതൽ അങ്ങോട്ട് വരുമ്പോൾ സ്പീക്ക് എന്നുള്ളത് സ്പീക്സ് മാറ്റണം. നേരത്തെയുള്ള ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഹി സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഹിസ് ഇംഗ്ലീഷ് ഈസ് ഗുഡ്. ടീച്ചേഴ്സ് ഹെൽപ്പ് ഹിം. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഹർ ഇംഗ്ലീഷ് ഈസ് ഗുഡ്. Teachers help her. It speaks English well. Its English is good. Masters help it. എത്ര ഈസിയാണ് നോക്കി. എല്ലാ പേഴ്സണൽ പ്രോനൗൺസിൻ്റെ എല്ലാ രൂപങ്ങളും ഈ 3 സെൻറ്റൻസുകളിൽ ചേർത്തു. വേറെ എക്സാമ്പിൾ അല്ലെങ്കിൽ പ്രാക്ടീസ് സെൻറ്റൻസുകൾക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതേ സെൻറ്റൻസുകൾ പരിശീലിച്ച് നോക്കൂ. ഇനി ഇതിൻ്റെ മറ്റൊരു ഡെവലപ്മെൻ്റ് ഉണ്ട്. എന്താണെന്ന് പറയുന്നത്? ഇപ്പോൾ 3 സെൻറ്റൻസുകളില്ലേ നിങ്ങൾക്ക് കിട്ടിയത്? ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. മൈ ഇംഗ്ലീഷ് ഈസ് ഗുഡ്. ടീച്ചേഴ്സ് ഹെൽപ്പ് മീ. ഇനി ഇതിനെ കുറച്ചുകൂടെ മീനിങ് ഫുള്ളാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ഈ പാരഗ്രാഫ് റൈറ്റിങ്ങിലൊക്കെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ റൈറ്റപ്പ്, നറേറ്റീവ് അതിലൊക്കെ വരുമ്പോൾ ഈ സെൻറ്റൻസുകൾക്ക് ലോക്കിംഗ് വേർഡ് വേണ്ടി വരും. കൺജങ്ഷൻസ് നാം പറയാം, അല്ലെങ്കിൽ സബ്ജക്റ്റും വേർബുമുള്ള ചെറിയൊരു ഭാഗം. ആ രൂപത്തിലാണ് വേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. മൈ ഇംഗ്ലീഷ് ഈസ് ഗുഡ്. ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്യാം. എങ്ങനെ? ഐ തിങ്ക് എന്ന പ്രയോഗത്തിലൂടെ. ഫോർ എക്സാമ്പിൾ, ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഐ തിങ്ക് മൈ ഇംഗ്ലീഷ് ഈസ് ഗുഡ്. അടുത്ത സെൻറ്റൻസ് വരുമ്പോൾ അതിനെ ലോക്ക് ചെയ്യാൻ ബിക്കോസ് എന്ന വാക്ക് കൊടുത്തു നോക്കി. ബിക്കോസ് ടീച്ചേഴ്സ് ഹെൽപ്പ് മീ. കുറച്ചുകൂടെ ലൈവ്ലി ആയി, കുറച്ചുകൂടെ ഈസി ആയി തോന്നില്ലേ നിങ്ങൾക്ക്? മാത്രമല്ല അത് ഫ്ലുവൻറ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങളതിൽ യു ബിക്കം വെൽ ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഫ്ലുവൻസി ട്രാക്കിലേക്ക് മെല്ലെ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയും ഇതിൻ്റെ പ്രാക്ടീസ് സ്പീഡപ്പ് ചെയ്താൽ. എല്ലാ പേഴ്സണൽ പ്രോനൗൺസും അവയുടെ രൂപങ്ങളും ഈ രൂപത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൗത്ത് ഇംഗ്ലീഷിന് വേണ്ടി പാകപ്പെടുന്നത് കാണാം. ടൺ ട്വിസ്റ്റ് ചെയ്യുന്നത് കാണാം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷിനെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നും. എങ്ങനെയാണ് ഇത് സ്പീഡപ്പ് ചെയ്യുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പറ്റുമെങ്കിൽ എൻ്റെ കൂടെ പറഞ്ഞു നോക്കൂ. നമ്പർ 1, I speak English well.
I think my English is good because teachers help me. എന്നൊരു വലിയ നിങ്ങൾക്ക് മീനിങ് ഫുൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നൽകാം. എങ്ങനെ I speak English well. I think my English is good because teachers help me. മെല്ലെ ചോദിച്ചു നോക്കിയേ, ബോഡി ലാംഗ്വേജിന് വലിയ പ്രാധാന്യമുണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ. ജസ്റ്റേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അത്യാവശ്യം കൈകൾ കഴുത്ത് ചലിപ്പിച്ച് നോക്കി, മീനിങ് ഫുൾ ഫേഷ്യൽ എക്സ്പ്രഷൻസോടുകൂടി കൈകളും കഴുത്തും ചലിപ്പിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ഒരു ടോപ്പിക് പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന പോലെ തോന്നൂലേ. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ഐ എന്ന് പറയുന്ന അർത്ഥം ഇങ്ങനെ ഇതൊക്കെ I speak English well. I think my English is good. അത് ഗുഡ് എന്ന് കാണിക്കുക. ബിക്കോസ് ടീച്ചേഴ്സ് ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലൈവില് കുട്ടികൾക്ക് വളരെ എളുപ്പമാണ്. മുതിർന്നവർ പോലും ഈ രീതിയിൽ പരിശീലിക്കുന്നത് ചില പരിശീലന ക്ലാസ്സുകളിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അവർ പരിശീലിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? നോ ഹെസിറ്റേഷൻ ആൻഡ് നോ ഷൈനസ്. പിന്നെന്താ? യെസ് കോൺഫിഡൻസ് ആൻഡ് യെസ് ക്രിയേറ്റിവിറ്റി. 2 നോകളെ കളയുമ്പോൾ 2 യെസുകൾ കടന്നു വരുന്നു. നോ ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞ് ഹെസിറ്റേഷനെ മാറ്റുമ്പോൾ യെസ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് നിങ്ങളിൽ ആത്മവിശ്വാസത്തോടെ നിറക്കുകയാണ്. ഫ്രോം ദ റൈറ്റ് സൈഡ്. നോ ഷൈനസ്, അണക്കെടില്ല. യെസ് ക്രിയേറ്റിവിറ്റി എന്നാവുന്നത്. അത് പ്രാക്ടീസ് ചെയ്യാൻ, ഒഴുക്കോടുകൂടി പ്രാക്ടീസ് ചെയ്യാൻ ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ നിങ്ങൾക്ക് ഈസി സെൻറ്റൻസസ് ലഭിക്കുന്നു. ദർ ഈസ് നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. എങ്ങനെയാണ് സ്പീഡിൽ പ്രാക്ടീസ് ചെയ്തത്? I speak English well. I think my English is good because teachers help me. We എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മീനിങ് ഫുൾ ആക്കി തീർക്കാൻ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒരുപാട് സഹായം ചെയ്യും. പിന്നെ ഓഡിബിൾ സൗണ്ട്. We speak English well. I think our English is good because teachers help us. You speak English well. I think your English is good because teachers help you. They speak English well. I think their English is good because teachers help them. He will singular. He speaks English well. I think his English is good because his teachers help you. What about her English? She speaks English well. I think her English is good because her teachers help her. Or teachers help her. Yeah, that's why she's speaking English well. വളരെ മീനിങ് ഫുൾ ആവുന്നു. നമ്മൾ പേഴ്സണൽ പ്രോനൗൺസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കലി വരുന്നതൊക്കെ ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കലി വരികയാണ്. പ്രയാസപ്പെടാതെ ഇംഗ്ലീഷ് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെട്ട് പഠിക്കൂ, കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് പകരം. ഒരു തത്തയുടെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ചൈൽഡ് മസ്കുലിൻ ജെൻഡറാണോ ഫെമിനിൻ ജെൻഡറാണോ നമുക്കറിയില്ല. മെയിൽ ചൈൽഡാണോ ഫീമെയിൽ ചൈൽഡാണോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇറ്റ് എന്ന വാക്കാണ് കൊടുക്കുന്നത്. ഹി അല്ലെങ്കിൽ ഷീ എന്ന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇറ്റ് സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഐ തിങ്ക് ഇറ്റ്സ് ഇംഗ്ലീഷ് ഈസ് ഗുഡ് ബിക്കോസ് ഇറ്റ്സ് മാസ്റ്റേഴ്സ് ടീച്ച് ഇറ്റ്. ഇറ്റ്സ് ടീച്ചേഴ്സ് ഹെൽപ്പ് ഇറ്റ്. എത്ര ഈസിയാണ്. അപ്പം ഈ രൂപത്തിൽ വേണം പേഴ്സണൽ പ്രോനൗൺസിൻ്റെ എല്ലാ രൂപങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ. പിന്നീട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ പേഴ്സണൽ പ്രോനൗൺസ് വെച്ച് തന്നെ നമുക്ക് വളരെ ഈസിയായി ആശയവിനിമയം ചെയ്യാൻ സാധിക്കും എന്ന് അനുഭവപ്പെടുന്നതാണ്. ഓർക്കുക, പേഴ്സണൽ പ്രോനൗൺസിൻ്റെ തുടർ ക്ലാസ്സുകളാണ് നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുന്നത്. പേഴ്സണൽ പ്രോനൗൺസിൻ്റെ 1ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്ലൂറൽ പേഴ്സണൽ പ്രോനൗൺസ് ലഭിച്ചു. കൃത്യമായി അർത്ഥം മനസ്സിലാക്കി പ്രയോഗിച്ചു. 2ാമത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പേഴ്സണൽ പ്രോനൗൺസിൻ്റെ സിംഗുലർ ഫോംസ് ലഭിച്ചു. സിംഗുലർ പ്രോനൗൺസായ ഹി, ഷീ, ഇറ്റ് അവയുടെ കൃത്യമായ അർത്ഥത്തിൽ നിങ്ങൾ
പ്രയോഗിച്ച് പരിശീലിച്ചു. ഇപ്പോഴത്തെ മൂന്നാമത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പേഴ്സണൽ പ്രൊനൗൺസ് പ്ലൂരലും സിംഗുലറും ഉൾപ്പെടുത്തിക്കൊണ്ട്, ബഹുവചനവും ഏകവചനവും ഉൾപ്പെടുത്തിക്കൊണ്ട് അവയുടെ മുഴുവൻ രൂപങ്ങൾ, സബ്ജക്റ്റീവ് കേസ്, പൊസസീവ് കേസ് ആൻഡ് ഒബ്ജക്റ്റീവ് കേസ് ചേർത്തുകൊണ്ട് പരിശീലന മാതൃകയിലൂടെ നിങ്ങൾ കുറച്ചുകൂടെ ആത്മവിശ്വാസം നേടിയെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും പേഴ്സണൽ പ്രൊനൗൺസ് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. ഒരിക്കലുമില്ല. പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ വൈവിധ്യതയാണ് തികച്ചും വ്യത്യസ്തമായ, പരിശീലിക്കാൻ കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ തുടർ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഓർക്കുക, ഏത് നേട്ടവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായി അടുക്കും ചിട്ടയോടും കൂടി അല്പം പ്രയത്നിച്ചുകൊണ്ട് നേടിയെടുക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇച്ഛാശക്തിയാണ്. നിങ്ങൾക്ക് കഴിയും, ഇത് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുവാനും എഴുതുവാനും കഴിയും എന്ന ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇച്ഛാശക്തിയാണ് നിങ്ങളിലുണ്ടാവുന്നത്. ഇച്ഛാശക്തിയോടൊപ്പം അല്പമായി കഠിനാധ്വാനം അല്ലെങ്കിൽ ഹാർഡ് വർക്കും. ഇത് അത്രമാത്രം കഷ്ടപ്പെടേണ്ട കാര്യമില്ല. മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയാൽ മാത്രം മതി. തീർച്ചയായിട്ടും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ടോപ്പ് ട്രാക്കിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞത് 3 ഡൈമെൻഷണൽ റിസൾട്ട് ഓറിയൻറ്റഡ് ഇംഗ്ലീഷ് ഇഫക്റ്റാണ്. അത് നിങ്ങളിൽ ചിലവരിൽ അനുഭവപ്പെടാൻ തുടങ്ങി, പ്രകടമാകാൻ തുടങ്ങി. നിങ്ങളുടെ മുഖത്ത് അത് ദൃശ്യമാണ്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ അല്പം വ്യത്യസ്തമായി ചെയ്യുമ്പോൾ യു ക്യാൻ ഓൾസോ വിൻ ഓവർ. ഓർക്കുക, പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ തുടർച്ച ആവശ്യമുള്ളവരെല്ലാം ആദ്യം മുതലേ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കണം, മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് പുതിയ ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനെ കാത്തിരിക്കുക. ഒപ്പം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് ഇംഗ്ലീഷ് എല്ലാവർക്കും എളുപ്പമാക്കി തീർക്കാൻ വേണ്ടി സഹായകരമാകുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടിയും നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയും നൽകുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ടൈം.